വാഴക്കാട് പഞ്ചായത്തിൽ വ്യാപക നാശം. കാലവർഷം നേരത്തെ എത്തിയതിനാൽ വിളവെടുക്കേണ്ട കൃഷിപ്പാടങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങി. ആയിരക്കണക്കിന് വാഴകളാണ് വെള്ളത്തിനടിയിലായി കർഷകർ ദുരിതത്തിലായത്. സ്ഥലത്ത് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തി. വാഴക്കാട് പഞ്ചായത്തിന്റെ ചെറുവട്ടൂർ, നൂഞ്ഞിക്കര, വാഴക്കാട്, എളമരം, വെട്ടത്തൂർ, ആക്കോട് ഭാഗങ്ങളിലെല്ലാം പെട്ടെന്നെത്തിയ മഴവെള്ളം കയറി കൃഷി നശിച്ചു. വിളവെടുക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് അപ്രതീക്ഷിത മഴ വയലു നിറഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയത്. വാഴ, കക്കിരി, മറ്റുതരം പച്ചക്കറി കൃഷികളെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. മൂപ്പെത്തുന്നതിന് മുൻപ് വാഴ വെട്ടിയെടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. വാഴക്കുല വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കാഴ്ചയാണ് കൃഷിത്തോട്ടങ്ങളിൽ കാണുന്നത്. ഞങ്ങളിപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞാൽ വാഴക്കാലം എന്ന് പറഞ്ഞാൽ വെട്ടാൻ കഴിയാത്തത് വെള്ളം കയറി എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. നഷ്ടപരിഹാരം കിട്ടിയേ വിൽക്കാൻ കഴിയാത്ത ഇതിലാണ് നിൽക്കുന്നത്. ബാക്കിയത് മൂത്തില്ലല്ലോ. ആർക്കും കിട്ടാത്തൊരു കോലത്തിലാണ് പോയിരുന്നത്. ഇപ്പോൾ പകുതി മൂപ്പായിട്ടുള്ളൂ വാഴക്കല. അപ്പോൾ വിട്ടുണ്ടാകണ്ടോ നിങ്ങൾ? ഇപ്പം കൊണ്ടുവന്ന സാധനം ആർക്കും വേണ്ട. ബാക്കിലോട് എത്തിയിട്ടുണ്ടെങ്കിൽ വേണ്ടാന്നുള്ള പരിപാടിയേ പറയുള്ളൂ. വാഴക്കല ഒരു കൊല്ലത്തെ നയിപ്പ് പറഞ്ഞ ഒരു വാഴക്ക ഒരു 400 റുപ്യോളം 300 റുപ്യോളം വരും നമുക്ക് ഇത് ചിലവാക്കിയത്. അപ്പോൾ അതുപോലെ കിട്ടൂല. ഇത് നഷ്ടത്തിലൊക്കെ പോകണുള്ളൂ വാഴക്കല ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ബുദ്ധിമുട്ട്. ഇപ്പോൾ വെള്ളം കയറി ഇതാണ്. ഇപ്പോൾ മൂക്കാതെ വാഴക്കപ്പം ഉണ്ടല്ലോ, വെള്ളം കയറിയിട്ട് എല്ലാവരും വാഴക്കല വെട്ടി കയറ്റിയപ്പോൾ ഇതാണ് കൊണ്ടുവന്ന പീഡിയക്കാർ മാണ്ടാന്നാ പറയുന്നത്. ഈ കർഷകർക്ക് ഇപ്പം ഈ നാട്ടിലെ എല്ലാ വാഴകളും വെള്ളത്തിൻ്റെ അടിയിലാണ്. കർഷകർക്ക് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ മാസം മുൻകൂട്ടി കാലവർഷം വന്നതോടുകൂടി കർഷകർക്ക് വെള്ളത്തിലായി വാഴക്ക പൗതിനെ വിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് പ്രത്യേകിച്ച് ഇത് സഹായിക്കണം. കാരണം എന്താ വെച്ചാൽ എന്നും കർഷകരെ ഈ ദുരിതത്തിലാണ്. വാഴ വെക്കുന്ന സമയത്ത് വെള്ളം, വെട്ടുന്ന സമയത്ത് വെള്ളം, എല്ലാ സമയത്തും വെള്ളം. അതുകൊണ്ട് കർഷകർക്ക് പ്രത്യേകിച്ച് ഇൻഷുറൻസിൻ്റെ പൈസ ആയിട്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും ഇതിന് കർഷകർക്ക് വകയിരുത്തണം. നാശനഷ്ടത്തിൻ്റെ പ്രത്യേകിച്ച് കർഷകർക്ക് പറയാനുള്ളത്. ഞാൻ മലപ്പുറത്ത് ജില്ലാ കൃഷി ഓഫീസിലെ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇപ്പോൾ 4-5 ദിവസമായിട്ട് പെയ്യുന്ന ഈ കനത്ത മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ വെള്ളം കയറി വാഴ, പച്ചക്കറി ഇങ്ങനെയുള്ളതിനൊക്കെ നാശം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വാഴക്കാട് കൃഷിഭവനിലെ നാശനഷ്ടം വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറെ, കൃഷി ഓഫീസറെ, കൃഷി അസിസ്റ്റന്റുമാരെ ഇവരുടെയൊക്കെ ഒപ്പം വന്നതാണ്. വളരെയധികം നാശനഷ്ടം ഈ വാഴക്കാട് പഞ്ചായത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട്. കാരണം ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ്. പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് തള്ളുകയാണെന്നാണ് പറയുന്നത്. ഇനിയും മഴ തുടർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചീഞ്ഞു പോകുന്നതിന് സാധ്യതയുണ്ട്. അപ്പം 2-3 ദിവസം കൂടെ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു നിൽപ്പ് എങ്ങനെയാണ് എന്നുള്ളത് കണക്കാക്കിയിട്ട് ഇവർ ഫീൽഡ് തല പരിശോധനയൊക്കെ നടത്തിയിട്ട് നാശനഷ്ടം തിട്ടപ്പെടുത്തി അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് ശുപാർശ ചെയ്യുന്നതായിരിക്കും. സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിച്ച് കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. വെട്ടിയെടുത്ത വാഴക്കുലകൾ വിൽക്കാൻ കഴിയാതെ കർഷകർ പ്രയാസത്തിലാണ്. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.